our tour.1961 എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർവിക് കാസലിൻ്റെ ഉൾവശമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ കടന്നു ചെല്ലുന്നത് ജനറൽ ഹാൾ എന്നൊരു ഹാളിലേക്കാണ്. ഇതിനെ ഗ്രേറ്റ് ഹാൾ എന്നും വിളിക്കുന്നു. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുതിരകളും അതിനു മുകളിലുള്ള പടയാളികളും എന്നുവേണ്ട ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക കൗതുകമാണ്. അന്നുകാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന ഗ്ലാസുകളും പാത്രങ്ങളും മറ്റും ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. ഏതോ പാർട്ടിക്ക് വേണ്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ് ഈ പാത്രങ്ങളെല്ലാം എന്ന് തോന്നും. ഇതിനടുത്തായി കണ്ടത് അന്നുപയോഗിച്ചിരുന്ന തോക്കുകളും മറ്റുമാണ്. പലതരത്തിലുള്ള തോക്കുകൾ ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു. നീളം കൂടിയതും കുറഞ്ഞതും, വാളും പരിചയും കത്തിയും കഠാരയും എന്നു തുടങ്ങി പല വിധത്തിലുള്ള യുദ്ധസാമഗ്രികളും അവിടെ കാണാനിടവന്നു. കുതിരപ്പുറത്തിരിക്കുന്ന പടയാളികളാണ് ഇവരെല്ലാം. ഗ്രേറ്റ് ഹാളിൽ ഇവയെല്ലാം വളരെ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് കടന്ന് നമ്മൾ ചെല്ലുന്നത് മറ്റൊരു റൂമിലേക്കാണ്. ഇതിനെ റെഡ് ഡ്രോയിങ് റൂം എന്നും ഗസ്റ്റ് റൂം എന്നും വിളിക്കുന്നു. അതിഥികളെ സൽക്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന മുറികളാണ് ഇതെല്ലാം. ഇത് രാജാവിനും രാജ്ഞിക്കും മാത്രം ഉപയോഗിക്കാനുള്ള ഡ്രോയിങ് റൂം. ഇത് രാജകുടുംബാംഗങ്ങൾക്കും മറ്റും മദ്യപിക്കാനും ഡാൻസ് കളിക്കാനും ഉപയോഗിച്ചിരുന്ന റൂമാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സെഡാർ വുഡ് കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ജാപ്പനീസ് പ്ലേറ്റുകളാണ്. ഇത് രാജ്ഞിയുടെ ഒരു വിശ്രമ മുറി കൂടിയാണ്. ഇവിടെ പലതും ജപ്പാൻ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്നു. ഈ മുറിയെ ഗ്രീൻ ഡ്രോയിങ് റൂം എന്നാണ് വിളിക്കുന്നത്. സ്ത്രീകളായി വരുന്ന ഗസ്റ്റുകൾക്ക് റെസ്റ്റ് എടുക്കുന്നതിനു വേണ്ടിയുള്ള വിശ്രമ മുറിയാണ് ഇത്. 18-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രീൻ റൂം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. രാജകീയ പ്രൗഢിയുടെ ഒരു ഉദാഹരണം. ഇത് ബ്രിട്ടീഷ് രാജ്ഞിമാർ കിടക്കാൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും കിടക്കയും. ഇത് കോൺഫറൻസ് റൂമാണ്. VIP-കളും മറ്റും വരുമ്പോൾ കോൺഫറൻസുകളും മറ്റും നടത്തിയിരുന്നത് ഇവിടെ വെച്ചാണ്. ഇപ്പോൾ ഇത് കല്യാണ പാർട്ടികൾക്കും മറ്റും കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. അതിനായുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ഇടനാഴി. ഈ ഇടനാഴിയിലൂടെയാണ് മുകൾ വശത്തേക്ക് പോകുന്നത്. ഇടനാഴിയും അതിമനോഹരമായിരിക്കുന്നു. ഇതിൻ്റെ ഇടതുവശത്തായി രാജകീയ കുടുംബത്തിൻ്റെ ഒരു പ്രൈവറ്റ് ചാപ്പൽ കാണാം. ഇവർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇത് പ്രത്യേകം ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഒരു വലിയൊരു ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്താകമാനമുള്ള ബുക്കുകളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഈ ലൈബ്രറിയിൽ ഞങ്ങൾ കണ്ടു. ഈ ലൈബ്രറിയിൽ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ മറ്റും പ്രതിമകളും ഉണ്ടാക്കി വച്ചിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സമയക്കുറവ് മൂലം ഞങ്ങൾ ഇതെല്ലാം
ഒന്ന് ഓടിച്ചു കണ്ടു. രാജകീയ കുടുംബത്തിലെ രാജ്ഞിയുടെ ഒരു പ്രൈവറ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടായിരുന്നു. രാജകീയ പ്രൗഢിയുള്ള ഈ ചപ്രമഞ്ചം കാണുവാൻ അതിമനോഹരമാണ്. ഇതെല്ലാം റോസ് വുഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊത്തുപണികളും അതിമനോഹരം തന്നെ. മരം കൊണ്ടുള്ള ഈ സ്പൈറൽ കോണി കാണുവാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വാർവിക് കാസിൽ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.